ഹലോ ഗൈസ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നമ്മൾ റെനോൾട്ടിൻ്റെ ഒരു റിസീവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അപ്പോൾ കാരണം എന്താണ് എന്തായാലും പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന് 2012 കേട്ടോ. 2012 വന്നതെന്ന് മാത്രമല്ല, ഒരു SUV സെഗ്മെന്റിൽ റെനോൾട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു പറ്റി. അത്യാവശ്യം അടിപൊളി ഒരു ഡീസൽ എഞ്ചിനായിട്ട് അത്യാവശ്യം നല്ല മൈലേജും കംഫർട്ടും പവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വാഹനം, അതായത് ഒരു SUV പരിചയപ്പെടുത്തിയത് റെനോൾട്ടൊക്കെ തന്നെയുണ്ട്. അതായത് അത്രയും റെനോൾട്ടിൻ്റെ ഡസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാലം റെനോൾട്ട് സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും 2026 റീലോഞ്ച് ചെയ്യുക. അതായത് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ 2026 നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് റൂമർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു അടിപൊളി സാധനം എന്തായാലും വരും. ഇപ്പോൾ ഡീസലില്ല കേട്ടോ. അതായത് റെനോൾട്ട് ഡസ്റ്റർ ഓടിച്ചവർക്ക് അറിയുണ്ടാവും. അതായത് ഒരു പവർഫുൾ വെഹിക്കിളാണ്. അതായത് ആ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളുള്ള, അത്യാവശ്യം നല്ല മൈലേജും വലിയ ഓവർ മെയിൻ്റനൻസ് കോസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു SUV തന്നെയായിരുന്നു റെനോൾട്ടിൻ്റെ ഡസ്റ്റർ. അപ്പോൾ അത് 2025 പെട്രോളിലേക്ക് മാറിയിട്ടാണ് ഇറങ്ങാൻ പോണത്. അപ്പോൾ 3 എഞ്ചിൻ വേരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. അതായത് പെട്രോൾ എഞ്ചിനും പിന്നെ ഒന്നിൽ LPG വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് 1.2 ലിറ്റർ ഒരു 48 വോൾട്ടിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു സാധനം. അതായത് ഒരു 130 PS പവറും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. പെട്രോൾ ആണെങ്കിലും പവറും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ വേരിയൻറ്റ് 1.5 ലിറ്റർ പെട്രോളാണ്. അത് എന്താ പറയുക, ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ആണ് കേട്ടോ. ഒരു 1.2 അതായത് kWh ബാറ്ററി പാക്കൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ അത് ഏകദേശം 140 PS പവറും പ്രൊഡ്യൂസ് ചെയ്യും. മൂന്നാമത്തെ ഒരു 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, അതായത് ഒരു LPG കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിലൊക്കെ ഓട്ടോമാറ്റിക് ഉണ്ട് കേട്ടോ. 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു വെഹിക്കിൾ തന്നെ വരാൻ വേണ്ടി പിന്നെ 4 വീൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും അവർ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ റെനോൾട്ട് ഇത്രയും കാലം നിർത്തിയതിന് ശേഷം ഇനിയിപ്പോൾ ഒരു ഓളം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെനോൾട്ട് കാര്യമായിട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിയ ഹ്യുണ്ടായൊക്കെ ചെയ്യണ പോലെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഇനി പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് റെനോൾട്ട് അറിയുന്നവരെന്തായാലും മേടിക്കും, അല്ലാതെ ഇനി പുതിയ ആളുകൾക്ക് എന്തായാലും ഫീച്ചേഴ്സും കാര്യങ്ങളാണ് വേണ്ടത്. എന്നാലും അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ അഡാസ് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിലും കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവൊക്കെ കാര്യങ്ങളൊക്കെ ഒരു അവസരം കിട്ടാമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പിടിച്ചിട്ട് ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ പോസ്റ്റ് കിട്ടാം. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഒരു വെഹിക്കിൾ നമുക്ക് പുതിയതാണെങ്കിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതായത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ കാലമായി ഒരു ചാനൽ തുടങ്ങിയിട്ട്, പക്ഷേ ഒന്നും സെറ്റായി കിട്ടിയില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതിനോട് ഇടന്ന് വർക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ ബൈ.